നിഫ്റ്റി 50 ഇപ്പോഴത്തെ റേറ്റ് 25,053 രൂപ. ഷെയർ മാർക്കറ്റ് നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റി. ഇത് എന്താണ്, ഏതാണ്, എന്തിനാണ് എന്നീ സംഭവങ്ങൾ അറിയാത്തവരുണ്ടാവാം, അറിയുന്നവരുണ്ടാവാം, നന്നായി അറിയുന്നവരുണ്ടാവാം, ഒരു 10% അറിയുന്നവരുണ്ടാവാം, 50% അറിയുന്നവരുണ്ടാവാം, 80% അറിയുന്നവരുണ്ടാവാം, 100% അറിയുന്നവരുണ്ടാവാം. 100% അറിയുന്നവർക്ക് നിഫ്റ്റി 50യിലൂടെ 100% ലാഭം. 10% അറിയുന്നവർക്ക് നിഫ്റ്റി 50യിലൂടെ ബാങ്ക് നിഫ്റ്റിയിലൂടെ 10% ലാഭവും അല്ല സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നും അറിയാത്തവൻ നിഫ്റ്റി 50യിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പൈസ പോകാനേ പാടില്ലല്ലോ. 100% അറിയുന്നവന് 100% ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ 1% പോലും അറിയാത്തവൻ ഈ ബാങ്കിന്റെ ഈ ഷെയർ മാർക്കറ്റിന്റെ നിഫ്റ്റി 50യിലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ പണം പോകാനേ പാടില്ല. അപ്പൊ അതല്ല അവിടെ സംഭവിക്കുന്നത്. സെബി പറയുന്നത് എന്താ വെച്ചാൽ 90% ആളുകൾക്കും ലോസ് ആണ് സംഭവിക്കുന്നത്. അതെന്താ അങ്ങനെ? നന്നായി ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോ എന്താണ് ഷെയർ മാർക്കറ്റ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ബേസിക് മുതൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരു 80% അറിയുന്നവർക്ക് ബാക്കി 20% കൂടെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിനൊന്നല്ല ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റി എത്രത്തോളം അറിയാന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റി എത്രത്തോളം അറിയൂല എന്നുള്ളത് അതും എനിക്കറിയില്ല. അതായത് ഇതിന്റെ ഒരു ഉദാഹരണം നമ്മുടെ ഒരു യൂട്യൂബർ ഇൻഫ്ലുവൻസർ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഷെയർ മാർക്കറ്റിനെ പറ്റി അറിയുന്നവർ മാത്രമല്ല അത് ചെയ്യേണ്ടത്, അറിയാത്തവരും ചെയ്യണം. പക്ഷെ ഒരു ചെറിയ ലൈസൻസ് എടുക്കണം. എന്താണ് ലൈസൻസ് വേണ്ടത്? കുറച്ച് പണം, ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. കുറച്ച് പണം. പിന്നെ ലൈസൻസ് ആയിട്ട് വേണ്ടത് സാങ്കേതിക വിദ്യ, കമ്പ്യൂട്ടർ ആണെങ്കിലും ശരി, മൊബൈൽ ആണെങ്കിലും ശരി, ഇതൊക്കെ ഉപയോഗിക്കാനുള്ള കുറച്ച് കഴിവ്. അതിൽ പറയുന്ന കമന്റുകൾ, അതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാനുള്ള കുറച്ച് കഴിവുകൾ, യെസ് ഓർ നോ, ബൈ ഓർ സെൽ എന്നീ കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ള കുറച്ച് കഴിവും ആണ് ഇതിലേക്ക് വേണ്ട ലൈസൻസ്. ഇത് ഉണ്ടാക്കിയെടുത്താൽ, അതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ പണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയൊന്നുമില്ല. പണം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അങ്ങനെയുമില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട് പണം, എനിക്ക് പോയിട്ടുണ്ട് പണം. ഇതിന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഷെയർ മാർക്കറ്റ് എന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുന്നത്. ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വിഷയം കൂടെ പറയാം. ഞാൻ കുറെ സമയം പല പല വിഷയങ്ങളെ പറ്റിയിട്ട് എടുത്തിട്ട് പറഞ്ഞല്ലേ. AI ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യ വളർന്നു വന്ന പല പല സാഹചര്യങ്ങളെ പറ്റിയിട്ടും അതിലൂടെ ഞാൻ കാട്ടിക്കൂട്ടിയ കുറച്ച് കോമഡികളൊക്കെ കണ്ടല്ലോ. അപ്പൊ ഇനി ഇതും കൂടെ കാണണം. പക്ഷെ വല്ലാതെ ഉറപ്പിക്കുന്നില്ല. മാക്സിമം പോയാൽ 5 അല്ലെങ്കിൽ 10, ഇതിലപ്പുറത്തേക്ക് വീഡിയോ ഞാൻ ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊരാളെയും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല. ഒരാളെയും പഠിപ്പിച്ചു കൊടുക്കാനോ ഒരാളെയും പഠിപ്പിച്ച് ഒരു ഉയർന്ന ലെവലിലേക്ക് എത്തിക്കാനോ പറ്റിയൊരു സംഭവമേ അല്ല. അങ്ങനെ ഒരു സംഭവമായിരുന്നുവെങ്കിൽ ഗവൺമെന്റ് നമുക്ക് 1ാം ക്ലാസ് മുതലുള്ള പഠനത്തിൽ ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള, കാൻഡിൽ സ്റ്റിക്കുകളെ പറ്റിയിട്ടുള്ള, അതിലുള്ള മിക്കവാറും ടൂൾസുകളെ പറ്റിയിട്ടുള്ള, ഉയർച്ച താഴ്ചകളെ പറ്റിയിട്ടുള്ള ഒരു ഗവൺമെന്റും അതിന് നിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ മാത്രം കൺട്രോളിലല്ല. ഇന്ത്യ ഗവൺമെന്റ് ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട് അതിൽ. പക്ഷെ ഇന്ത്യയുടെ
രൂപയുടെ മൂല്യം ഉയരുന്നതും താഴുന്നതും ഒക്കെ ഈ ഒരു ഷെയർ മാർക്കറ്റും ഇതിൽ നിന്നുണ്ടാക്കുന്ന സാമ്പത്തിക സ്ഥിതിയും അത് വെച്ചിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിക്കുന്നത്, അതിൻ്റെ പേരെന്തായിരുന്നു, ഫോറക്സ് ട്രേഡിംഗ്. ഫോറക്സ് ട്രേഡിങ്ങിൽ നിക്ഷേപിക്കുന്നതും അതുപോലെ തന്നെ അതിൽ നിന്ന് പിൻവലിക്കുന്നതും ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു വലിയ പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റ് നിഫ്റ്റി 50 ഒതുങ്ങി നിൽക്കുന്നതല്ല, ബാങ്ക് നിഫ്റ്റിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഫോറക്സ് ട്രേഡിങ്ങിലും കൂടെ നിൽക്കുന്ന സംഭവമാണ് ഫോറക്സ് ട്രേഡിങ്. ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഒരു സാമ്പിൾ മീൻസ് ഒരു ഡെമോ വെർഷൻ ഞാൻ ചെയ്തു നോക്കി. എനിക്കൊരു 1 കോടി രൂപ ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു. ആ 1 കോടി ഞാൻ അങ്ങോട്ട് നശിപ്പിച്ചു. അത് നശിപ്പിക്കാൻ മീൻസ് കുറേ മുന്നോട്ടോ, ഞാനിത് പഠിക്കുന്ന സമയത്ത് അത് നശിപ്പിച്ചതോട് കൂടിയിട്ട് എനിക്ക് അതിലുള്ള കോൺഫിഡൻസ് പോയി. പക്ഷെ അത് ഡെമോ ആയതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ചിന്തിക്കാനില്ല. ഇനി ഈ ട്രേഡിങ്ങിൽ നിഫ്റ്റി 50യിൽ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തുടക്കക്കാരനാണെന്നല്ല, 10 വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. പക്ഷെ ഞാൻ അധികം പൈസ ഇട്ടിട്ടുമില്ല, എൻ്റെ പൈസ അധികം പോയിട്ടുമില്ല, എനിക്കധികം കിട്ടിയിട്ടുമില്ല, എൻ്റെ അവിടെ നിന്ന് അധികം പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ ഗതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ന്യൂട്രൽ ഗതിയിൽ നിൽക്കുന്ന സമയത്തും പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്തും ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്. എന്താണ് ഷെയർ മാർക്കറ്റ്? എല്ലാ ദിവസത്തെയും ഷെയർ മാർക്കറ്റിന്റെ വില ഞാൻ നോക്കാറേ ഇല്ല. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന വില എത്രയാണ്, ഒരു ദിവസം അവസാനിക്കുന്ന വില എത്രയാണ്, ഇതൊക്കെ ഡെയിലി വാച്ച് ചെയ്യാറില്ല. ഡെയിലി ഏതേത് കമ്പനികൾ ഉയരുന്നുണ്ട് താഴുന്നുണ്ട് എന്ന് നോക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ആ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് കൂടാതെ എക്സ്ട്രാ ഇതും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്ന് കരുതി. വിദേശത്തുള്ളവർ കാണുന്നുണ്ടാവാം, സ്വദേശത്തുള്ളവർ കാണുന്നുണ്ടാവാം, സ്വദേശത്ത് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവൻ കാണുന്നുണ്ടാവാം, ഇതിനെപ്പറ്റി കുറച്ചെങ്കിലും ഐഡിയ ഉള്ളവർ കാണുന്നുണ്ടാവാം. ആരൊക്കെ കണ്ടാലും ശരി, കണ്ടിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വ്യൂവേഴ്സ് പോലും വന്നില്ല എന്നും വരാം. പക്ഷെ എനിക്കും നഷ്ടങ്ങളും ലാഭങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് എൻ്റെ ജീവിത രീതികളിൽ നിന്നും മനസ്സിലാക്കൂ പ്രഭോ എന്നേ പറയാനുള്ളൂ. അതായത് ഇന്ന് ഈ 750 രൂപയുടെ ക്ലാസ് ഞാൻ വിറ്റില്ല, ആഗ്രയ്ക്ക് പോലും വിറ്റില്ല. കാരണം 750 രൂപ ചിലവാക്കി ഈ ക്ലാസ് വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ തന്ന പണം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൽ ചെയ്യാവുന്ന രീതിയിലുള്ള കച്ചവടം, സേവനവും കച്ചവടവും. അപ്പം ആ സമയത്ത് ഞാൻ ട്രേഡിങ്ങിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇനി ഈ ഒരു മൈക്ക് കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് വാങ്ങിക്കാനുള്ള പണം തന്നതും ഇന്ത്യ ഗവൺമെൻറ്. ഈ ഒരു TV, ആ ഒരു ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് ഞാൻ ഒറ്റയ്ക്ക് വാങ്ങിയതല്ല കേട്ടാ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതും ഇപ്പോൾ വീട് മാറി മീൻസ് നമ്മുടെ പഴയ വീട് വിറ്റു, പുതിയ വീട്ടിലേക്ക് മാറി. അവർക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അവർ കുറച്ചും കൂടെ പണം തരാനുണ്ട്, എന്നാലും നമ്മൾ അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ വിശ്വാസം. നമ്മുടെ ബാക്കിലുള്ള ബ്രോക്കേഴ്സ്, ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് അവരോടുള്ള വിശ്വാസം കൊണ്ടല്ല കേട്ടോ, നമുക്ക് നമ്മുടെ ബ്രോക്കേഴ്സിനോടുള്ള വിശ്വാസം കൊണ്ട്. ആരൊക്കെ ബ്രോക്കർമാര്? അമ്മാവനും അളിയനൊക്കെ തന്നെ, അളിയനും കുറച്ച് ടീമും. അപ്പൊ അവരോടുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി ഈ വീട്, ഇപ്പൊ ഇരിക്കുന്ന ഈ വീടും കാര്യങ്ങളും ഒക്കെ ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്. ഷെയർ മാർക്കറ്റ് തന്നാൽ ഉയരും ചെയ്യും, താഴും ചെയ്യും. ഇതിപ്പോ നമുക്ക് ഈ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ആ പഴയ വീട് വിറ്റതിന്റെ പണം അവര് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നഷ്ടത്തിന് വീട് വിറ്റു എന്ന് കണക്കാക്കേണ്ടി വരും. പക്ഷെ തരാതിരിക്കാൻ അവർക്ക്
അവർക്ക് വേണമെങ്കിൽ ശ്രമിക്കാം, അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മളും ശ്രമിക്കും. അത് എത്രത്തോളം കാലം പോകുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ നല്ല വൃത്തിയിൽ തന്നെന്ന് വരും, ചിലപ്പോൾ അവർ നമ്മളെ വലിപ്പിച്ചെന്നും വരും. എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇതേപോലത്തെ ഒരു പരിപാടിയൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ്. എത്ര രൂപ നമ്മൾ അതിലിട്ടു എന്നതല്ല, എത്ര രൂപ നമുക്ക് അതിൽ നിന്ന് നഷ്ടമായി എന്നതും അല്ല. ഇതൊരു തരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിംസ് ആണ്, ഒരു ഗെയിമാണ്, കളിയാണ്. ഇന്ന് നിലവിലുള്ള ഷെയറുകളുടെ വിലയെ ഉയർത്തുന്നതിൻ്റെയും താഴ്ത്തുന്നതിൻ്റെയും ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും കളിയാണ്. ഫോറക്സ് ട്രേഡിങ്ങിലും അത് തന്നെയാണ്, നിഫ്റ്റി 50യിലും അത് തന്നെയാണ്. അപ്പൊ ഈ കളി ഞാനൊന്ന് കളിക്കും. അതിനിടയ്ക്ക് ഇനി ഒരു എപ്പിസോഡ് നാളെ ഇടൂല, മറ്റന്നാളും ഇടൂല, മീൻസ് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വളർച്ചയാണെങ്കിലും ശരി തളർച്ചയാണെങ്കിലും ശരി ഇങ്ങനെ പൈസ പോയി. ഇപ്പൊ ഈ 6 മാസത്തെ ഗ്യാപ്പിലാണ് ഇപ്പൊ ഈ വീടിന്റെ രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളും ഇതൊക്കെ വരുന്നത്. അത് നടന്നില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തും? തെണ്ടും. കാരണം ഈ വീട് വാങ്ങിയവന് പണം കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ട് തന്നെ വേണം. അത് കിട്ടിയില്ല എങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവന് വീണ്ടും ഈ വീട് റിട്ടേൺ കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വിൽക്കുകയോ ചെയ്തിട്ട് ചിലപ്പോൾ തെണ്ടും. എങ്ങനെ? വല്ല വാടകയ്ക്കുള്ള വീട്ടിലേക്ക് മാറേണ്ടി വരും. എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇതേപോലത്തെ ഒരു പരിപാടിയാണ് ട്രേഡിങ്. അങ്ങനെയാണെങ്കിൽ വാടക വീട്ടിലിരുന്നിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും ഒരു 6 മാസത്തിന് ശേഷം. ഇനി അതല്ല, അവൻ കൃത്യമായിട്ട് പണം തന്ന് ഞാൻ അതിൽ കുറച്ച് ശതമാനം ഞാനും ട്രേഡിങ്ങിലേക്ക് ഉപയോഗിക്കും. അതിൻ്റെയും കൂടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 6 മാസത്തിന് ശേഷം ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു മനുഷ്യല്ല എൻ്റെ കൂടെ ഇപ്പൊ ട്രേഡ് ചെയ്യാൻ. ചുരുങ്ങിയത് ഒരു 5 സ്റ്റാഫിനെങ്കിലും വെച്ചിട്ട് 6 മാസം കൊണ്ട് എനിക്കൊരു വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശമ്പളത്തിന് ഒരു 5 സ്റ്റാഫിനെങ്കിലും വെച്ചിട്ട് ഞാനങ്ങ് വരും. ചിലപ്പോൾ തൃശ്ശൂരായിരിക്കാം, ചിലപ്പോൾ എറണാകുളമായിരിക്കാം, ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കാം, അതും അല്ലെങ്കിൽ ഡൽഹിയിലായിരിക്കാം. എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 6 മാസത്തിന് ശേഷം ഒരു വീഡിയോ കൂടെ പ്രതീക്ഷിക്കൂ. ഒന്നുകിൽ ഉയർച്ച അല്ലെങ്കിൽ തളർച്ച. അപ്പോൾ ട്രേഡിങ്ങിന്റെ വിശേഷങ്ങളുമായി ഇനി ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യുന്നതല്ല. ഈ അടുത്ത കാലത്ത് ഒരു 6 മാസം വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ കുറേ വീഡിയോസിന്റെ കണ്ടിന്യൂവേഷൻ ചെയ്യാനുണ്ട് കേട്ടോ. ഒരു 5000 വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി വെച്ച ഒരു വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ വേറെയും കുറച്ച് വീഡിയോസുകളും കൂടെ ഉണ്ട്. ഓരോന്നിനും ഓരോ പേരിട്ടിട്ടുണ്ട്. അതാത് പേരുകളുടെ ബാലൻസ് ആയിട്ട് ഞാൻ ചെയ്യും. ആർക്കൊക്കെ ആയുസ് ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ആരൊക്കെ അന്ന് വ്യൂവേഴ്സ് ഉള്ള ആളുകൾ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും എന്നറിയില്ല. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. ഞാൻ അതിനെപ്പറ്റി കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. മീൻസ് കോൺഫിഡൻറ്റ്, അതാണ് കോൺഫിഡൻറ്റ്. അപ്പോൾ ഓക്കെ. പിന്നെ അതുകൂടാതെ നമുക്കൊരു കേസുണ്ട്. ആ കേസിൽ ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഞാൻ. അപ്പൊ ആ പ്രതി എന്ന നിലയ്ക്ക് ഞാൻ എന്തായിത്തീരണം എന്നത് നമ്മൾക്ക് കേസ് കൊടുത്ത വ്യക്തികളുടെ അവരുടെ ടീംസിന്റെ തീരുമാനം കൂടെയാണ് എന്ന് അവരുടെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റി. എന്റെയും കൂടെ ഒരു തീരുമാനമാണ്. ഞാൻ എന്തായിത്തീരണം എന്നുള്ളത് അവരെ എവിടെ എത്തിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ട്രേഡിംഗ് മീൻസ് ഗെയിം. ജീവിതം ഒരു കളിയാണ്. അതിമോഹമാണ് മോനെ ദിനേശ, അതിമോഹം. നന്ദഗോപാൽമാരാരുടെ തലയ്ക്ക് വിലയുടെ അങ്ങ് ദില്ലിയിൽ നിന്നും കുറെ ക്ലാപ്പന്മാര് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നാസിക്കില് നോട്ടടിക്കുന്ന ഇതൊക്കെ മമ്മട്ടി കടകടാച്ചിട്ട് പറയാൻ കാരണം എന്താണെന്നറിയാം, ഇരുന്ന് പഠിച്ചിട്ടാണ്. ഞാൻ ആകെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ വീഡിയോ കോമഡിക്ക് പറ്റിയ സംഭവം തന്നെയായിരുന്നു. അപ്പോൾ കാണാം ഒരു 6 മാസത്തിന് ശേഷം ട്രേഡിംഗ് വിശേഷങ്ങളുമായി വീണ്ടും വരാം. കാരണം ഇന്നിപ്പോൾ ഞാൻ ട്രേഡ് എടുത്തിട്ട് ഉള്ളത് എയർടെലിൻ്റെ ആണ്. അധികം ലോട്ടൊന്നും എടുത്തിട്ടില്ല. എന്താ സംഭവിക്കുക എന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ.
നോക്കട്ടെ ഇനി ട്രേഡിങ്ങിലേക്കുള്ള കോൺസെൻട്രേഷൻ. ഓക്കെ ബൈ.